തസ്ബീഹ് മാല ഉപയോഗിക്കുവാൻ പാടുണ്ടോ? ദിക്റുകൾ ചൊല്ലാൻ, അതിൻ്റെ എണ്ണം പിടിക്കാൻ തസ്ബീഹ് മാല ഉപയോഗിക്കുവാൻ പാടുണ്ടോ? അല്ലെങ്കിൽ എണ്ണം പിടിക്കുന്ന ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്, അത് ഉപയോഗിക്കുവാൻ പാടുണ്ടോ എന്ന ചോദ്യം. ഇൻഷാ അള്ളാഹ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് നാം ശ്രമിക്കുന്നത്. പ്രധാനമായും 3 മേഖലയിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരം ഉണ്ടാവുക ഇൻഷാ അള്ളാഹ്. അതിലൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിലുള്ള വല്ല തസ്ബീഹ് മാലയോ അതല്ലെങ്കിൽ എണ്ണം പിടിക്കുവാൻ വേണ്ടി ചെറിയ കല്ലുകളോ അതല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ കുരുവോ അതേപോലെയുള്ള വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ? പ്രഗത്ഭരായ സ്വഹാബികളാരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചർച്ച ചെയ്യുന്ന മേഖല. രണ്ടാമത്തത്, തസ്ബീഹ് മാല എന്നറിയപ്പെടുന്ന ഇന്ന് കാണപ്പെടുന്ന ആ ഒരു രൂപം, അത് ഉപയോഗിക്കുന്നതിൻ്റെ അപകടങ്ങളും അതേപോലെയുള്ള മറ്റു ചില പ്രശ്നങ്ങളും എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് രണ്ടാമത്തെ ചർച്ചയിൽ വരുന്നത്. മൂന്നാമത്തത്, ആർക്കെങ്കിലും ആ നിലക്കുള്ള ഉപകരണങ്ങളോ തസ്ബീഹ് മാലയോ ദിക്റിൻ്റെ എണ്ണം പിടിക്കുവാൻ ഉപയോഗിക്കുന്നതിൽ വല്ല ഇളവുകളുമുണ്ടോ? എന്താണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? ഇതുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ സംസാരം അവസാനിക്കുന്നത് വരെ എല്ലാവരും ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്കുള്ള വല്ല തസ്ബീഹ് മാലകളോ മറ്റു മാർഗങ്ങളോ എണ്ണം പിടിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും ആ നിലക്കുള്ള ഒരു തസ്ബീഹ് മാലയോ അല്ലെങ്കിൽ കല്ലുകളോ മറ്റോ വെച്ചുകൊണ്ടോ എണ്ണം പിടിച്ചതായി നമുക്ക് കാണുക സാധ്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വഖൈറുൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രവാചകൻ ദിക്റുകളുടെ എണ്ണം പിടിക്കാൻ ഒരിക്കൽ പോലും തൻ്റെ കൈവിരലുകൾ അല്ലാതെ മറ്റൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ബിൻ അംരിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖിദു തസ്ബീഹ ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ബീഹ് എണ്ണിയത് കൈകൾ കൊണ്ടാണ്, അത് ഞാൻ കാണുകയുണ്ടായി എന്ന് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ളയുടെ സുനനിൽ ഇത്ര കൂടി അധികരിച്ചുണ്ട്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖിദു തസ്ബീഹ ബിയമീനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വലത് കൈ കൊണ്ട് തസ്ബീഹ് എണ്ണുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുകൾ ചൊല്ലിയത്, തസ്ബീഹുകൾ എണ്ണിയത് തൻ്റെ കൈകൾ കൊണ്ടാണ്. അത് തന്നെ വലത് കൈയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹസൻ എന്ന ദർജയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, യുസൈറ റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയാണ്, ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, അഥവാ സ്ത്രീകളോട് പറഞ്ഞു, അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസ്, നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ വാഴ്ത്തുകയും അവൻ്റെ പരിശുദ്ധിയെ നിങ്ങൾ പുകഴ്ത്തുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ നിങ്ങൾ പറയണം. അഥവാ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ ദിക്റുകൾ നിങ്ങൾ ചൊല്ലണം. വഅഖിദ്ന ബിൽ അനാമിലി, നിങ്ങളത് കൈവിരലുകൾ കൊണ്ട്, അനാമിൽ എന്ന് പറഞ്ഞാൽ വിരലുകൾ അല്ലെങ്കിൽ ആ വിരലുകളുടെ അറ്റത്തിനാണ് അനാമിൽ എന്ന് പറയുന്നത്. ആ വിരലുകൾ കൊണ്ട്, വിരലിൻ്റെ അറ്റം കൊണ്ട് നിങ്ങൾ എണ്ണണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നത്, ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതഖാത്തുൻ, തീർച്ചയായും കൈവിരലുകൾ ഖിയാമത്ത് നാളിൽ ചോദിക്കപ്പെടുന്നതാണ്. ആ കൈവിരലുകൾ കൊണ്ട് എന്തെല്ലാം ചെയ്തു എന്ന് ചോദിക്കപ്പെടുന്നതാണ്. അപ്പോൾ ദിക്റുകൾ ചൊല്ലി എന്ന് കൈകൾ സാക്ഷ്യം പറയും. അതാണ് മുസ്തൻതഖാത്തുൻ എന്ന് പറഞ്ഞത്. അഥവാ കൈവിരലുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കൊണ്ട് സംസാരിപ്പിക്കും. അപ്പോൾ കൈവിരലുകൾ നമ്മൾ ചൊല്ലിയ ദിക്റുകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം പറയുന്നതാണ്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുന്നത്, വാഖിദ്ന ബിൽ അനാമിലി, നിങ്ങൾ കൈവിരലുകൾ കൊണ്ട്
എണ്ണം പിടിക്കൂ. മാത്രമല്ല അതിൻ്റെ ഇല്ലത്ത്, അതിൻ്റെ കാരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഖിയാമത്ത് നാളിൽ നമ്മുടെ കൈവിരലുകൾ സംസാരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ അവയോട് ചോദിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും പ്രവാചകൻ്റെ ഫിഅലിലും പ്രവാചകൻ്റെ ഖൗലിലും സ്ഥിരപ്പെട്ടത് എന്താണ്? കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒന്ന് രണ്ട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട സഫിയ്യ റളിയല്ലാഹു തആല അൻഹ, അതേപോലെ തന്നെ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ, ഇവർ രണ്ടുപേരും ഈത്തപ്പഴത്തിൻ്റെ കുരു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എണ്ണം പിടിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കണ്ട് എന്നും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അതിനേക്കാൾ ഖൈറായ ചില ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നുമുള്ള ഹദീസുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഈത്തപ്പഴത്തിൻ്റെ കുരു കൊണ്ട് എണ്ണം പിടിച്ചതിനെ എതിർത്തില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള കല്ലുകളോ മുത്തുകളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എണ്ണം പിടിക്കുന്നതിന് തെറ്റില്ല എന്ന് രണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടെ സഫിയ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വബൈന യദയ്യ 4000 നവാത്തിൻ ഉസബ്ബിഹു ബിഹ. അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ അടുക്കൽ പ്രവേശിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 4000-ഓളം എന്തുണ്ട്? ഈത്തപ്പഴത്തിൻ്റെ കുരു ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തസ്ബീഹ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ അതിനേക്കാൾ ഖൈറായത് നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറയുകയുണ്ടായി. ഈ ഒരു ഹദീസ് തസ്ബീഹ് മാല പോലെയുള്ള അതേപോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എണ്ണം പിടിക്കാമെന്നതിന് തെളിവായി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് യഥാർത്ഥത്തിൽ ദുർബലമാണ്. ഹാഷിം ഇബ്നു സഈദ് അൽ കൂഫി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഹദീസിൻ്റെ റാവിമാരിലുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇബ്നു മഈൻ പറയുന്നത് ലൈസ ബിശൈഇൻ, അയാൾ ഹദീസുമായി ബന്ധപ്പെട്ട് ഒന്നുമല്ല. അബൂ ഹാത്തിം റഹിമഹുല്ലാ പറഞ്ഞത് വഈഫുൽ ഹദീസ്, അദ്ദേഹം വഈഫുൽ ഹദീസാണ്, അഥവാ അദ്ദേഹം വന്നാൽ ആ ഹദീസ് ദുർബലമാണ്. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ ഹദീസിനെ മുൻകർ, വെറുക്കപ്പെട്ട ഹദീസ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹദീസിൻ്റെ പിൻബലത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിൻബലമുണ്ട് ഈ വിഷയത്തിൽ എന്ന് പറയുക സാധ്യമല്ല. അതേപോലെ തന്നെ മറ്റൊരു ഹദീസാണ് ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹത്തിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അദ്ദേഹത്തിൻ്റെ മകളായ ആയിഷ, അവർ പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ ഒരു സ്ത്രീയുടെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ അവരുടെ കൈകളിൽ ഇതേപോലെ വിത്തുകളുണ്ട്, അതല്ലെങ്കിൽ കുരുണ്ട്, ഈത്തപ്പഴത്തിൻ്റെ കുരുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചരൽക്കല്ലുകളുണ്ട്. അവർ അതുകൊണ്ട് തസ്ബീഹ് നടത്തുകയാണ്. അപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻ അവർക്ക് ഖൈറായ ചില ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഈ ഹദീസിലുള്ളത്. ഈ ഹദീസിലും ഹുസൈമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ദുർബലനാണ്. മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ ഹദീസിൻ്റെ സനദിൽ ദുർബലതയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുർബലമായ ഹദീസിനെയും ആസ്പദമാക്കിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരമുണ്ട് എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. അതേ സന്ദർഭത്തിൽ ഞാനിവിടെ ഉദ്ധരിച്ച രണ്ട് ഹദീസുകളും തെളിവിന് കൊള്ളുന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ധാരാളമുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം ഈ ഹദീസുകൾ ദുർബലമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ, അതേപോലെ തന്നെ മറ്റു പല സ്വഹാബികളും മറ്റു പല സ്വഹാബ വനിതകളും അങ്ങനെ ചെറിയ ചരൽക്കല്ലുകളോ ഈത്തപ്പഴത്തിൻ്റെ കുരു തുടങ്ങിയവ ഉപയോഗപ്പെടുത്തി ദിക്റുകൾ ചൊല്ലി എന്നുള്ള പല അസറുകളും കാണാമെങ്കിലും അവയിൽ മഹാഭൂരിപക്ഷവും ദുർബലമായിട്ടുള്ളതാണ്. വളരെ ഒരു ന്യൂനപക്ഷമാണ്. അതും ദുർബലതയോടുകൂടി തന്നെ ചില പണ്ഡിതന്മാർ അത് കുഴപ്പമില്ലാത്ത ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ നിലയ്ക്ക് കൃത്യമായി നമുക്കൊരു പ്രമാണം പറയത്തക്ക രൂപത്തിൽ ആ വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ബീഹ് മാല കാലഘട്ടത്തിൽ തീരെ പരിചയമില്ലാത്തൊരു കാര്യമാണ്. അഥവാ മുസ്ലിമീങ്ങൾക്കിടയിൽ യാതൊരു നിലക്കും പരിചയമില്ലാത്തതാണ് തസ്ബീഹ് മാല. പിന്നെയും ഈ പറഞ്ഞ തെളിവുകളിലൊക്കെ കാണുന്നത് എന്തേ ഉള്ളൂ? ചെറിയ കല്ലുകൾ കൊണ്ടോ ഈത്തപ്പഴത്തിൻ്റെ കുരു കൊണ്ടോ അവർ എണ്ണി. അങ്ങനെയാണെങ്കിൽ അതൊരു മാലയാക്കുന്നതിനും വിരോധമില്ല എന്ന് പിന്നീട് ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ചുരുക്കത്തിൽ വ്യക്തമായ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പറയുക സാധ്യമല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ചരൽക്കല്ലുകൾ കൊണ്ട് ദിക്റുകൾ എണ്ണി എന്ന് കാണിക്കുന്ന ഒരു ഹദീസ് ഉണ്ടെങ്കിലും അത് കെട്ടിച്ചമച്ചതാണ്, അതല്ലെങ്കിൽ അങ്ങേയറ്റം ദുർബലമാണ് എന്നാണ് എല്ലാ പണ്ഡിതന്മാരും വിശേഷിപ്പിച്ചിട്ടുള്ളത്. യാതൊരു നിലക്കും തെളിവിന് കൊള്ളാത്ത റിവായത്തുകളിലാണ് അത് വന്നിട്ടുള്ളത്. സ്വഹീഹായ റിവായത്തുകളിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വലത് കൈകൾ കൊണ്ടാണ് എണ്ണം പിടിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഈ രൂപത്തിൽ സുബ്ഹാനല്ലാഹ് 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 ഈ നിലക്ക് നമുക്ക് ചൊല്ലാം. അതേപോലെ തന്നെ വിരലിൻ്റെ അറ്റം കൊണ്ട് സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെയെല്ലാം ആവാം. ആ രീതികളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈവിരലുകൾ ഉപയോഗപ്പെടുത്തി, കൈവിരലുകളുടെ അറ്റം ഉപയോഗപ്പെടുത്തിയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുകൾ എണ്ണിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയാണ് ഈ വിഷയത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. മാത്രമല്ല, തസ്ബീഹ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മൾ രണ്ടാമത്തെ വിഷയമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തസ്ബീഹ് മാല എന്ന് പറയുന്ന ആ ഒരു രീതി ഉപയോഗിക്കുന്നതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവൃത്തിയിലൂടെ കാണിച്ചതും വാക്കിലൂടെ പ്രോത്സാഹിപ്പിച്ചതുമായ കാര്യത്തിന് അത് എതിരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വലത് കൈകൊണ്ട് വിരലുകൾ കൊണ്ടാണ് എണ്ണം പിടിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവിരലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ദിക്റുകൾ എണ്ണൂ എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. അതിനുള്ള കാരണവും പറഞ്ഞു. ഖിയാമത്ത് നാളിൽ നമ്മുടെ കൈവിരലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം പറയുന്നതാണ്. അപ്പോൾ വലിയൊരു ഫളിലാണ് അതിലുള്ളത്. അത് തസ്ബീഹ് മാല ഉപയോഗിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴോ ഇല്ലാതെയാകുന്നു എന്ന അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത്, ഇത് വളരെ വലിയ ഒരു റിയാഇൻ്റെ മേഖലയായി ഇന്ന് മാറിയിട്ടുണ്ട്. ഞാനൊരു ദിക്റ് ചെല്ലുന്ന ആളാണ്, ഞാനൊരു തസ്ബീഹിൻ്റെ തക്ബീറിൻ്റെ തഹ്ലീലിൻ്റെ ആളാണ് എന്ന് കാണിക്കുന്ന ഒരു പ്രകടനപരത ഇതിൽ വരുന്നുണ്ട്. പല ആളുകളും അവരുടെ കൈകളിൽ തസ്ബീഹ് മാല വെക്കുന്നു. അവർ വെറുതെ കൈകൾ കൊണ്ട് ഇങ്ങനെ ആക്കുന്നു എന്നല്ലാതെ അവർ ദിക്റുകളൊന്നും ചൊല്ലാറില്ല, നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ആബിദാണ് എന്ന് കാണിക്കാനുള്ള ഒരു വലിയ അടയാളമായി ഇത് നിലകൊള്ളുന്നു. യഥാർത്ഥത്തിൽ അത് മതത്തിൻ്റെ ഒരു ഭാഗം പോലുമല്ല. അത്തരത്തിലുള്ള വല്ലതും ഉപയോഗപ്പെടുത്താൻ പരിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തസ്ബീഹ് മാല അത് ആ നിലക്ക് സ്വയം ഒരു ഇബാദത്താണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് വിചാരിച്ചാൽ വളരെ വലിയ അപകടമാണ്. മറിച്ച് ആ നിലക്കുള്ള ഒരു പ്രാധാന്യവും അതിന് നൽകപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പലരും ഒരു റിയാഇന് വേണ്ടി തസ്ബീഹ് മാല ഉപയോഗപ്പെടുത്തുന്നു. അത് ഖുർആനിൻ്റെ മേലെ വെക്കുന്നു, അത് ഫോട്ടോയിൽ പ്രദർശിപ്പിക്കുന്നു, അത് വീടുകളിൽ പ്രദർശിപ്പിക്കുന്നു, വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു, പലയിടങ്ങളിലും തൂക്കിയിടുന്നു. അങ്ങനെ അതിനൊരു പ്രത്യേകതയുള്ളതായി അവർ കാണുന്നു. അപ്പോൾ ആ നിലക്കൊരു റിയാഇൻ്റെ മേഖല അവിടെ വരുന്നുണ്ട്. മൂന്നാമത്തത്, ഇതര മതവിഭാഗക്കാരായ ആളുകളോടുള്ള ഒരു തശബ്ബുഹ് അതിൽ വരുന്നുണ്ട്. ഇന്ന് കാണപ്പെടുന്ന അധിക തസ്ബീഹ് മാലകൾക്കും അതിൻ്റെ അടിസ്ഥാനം ഇസ്ലാമിലെ ആ ഒരു തസ്ബീഹ് അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ബുദ്ധമതക്കാരാണ് ആ നിലക്ക് ചില മുത്തുകൾ കോർത്തിണക്കിക്കൊണ്ട്, ഓരോ മതക്കാർക്കും ഓരോ എണ്ണമുണ്ട്, അങ്ങനെ ആ ജപമാല എന്നുള്ള രൂപത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാട് ബുദ്ധമതക്കാരിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. പിന്നീട് യഹൂദ ക്രൈസ്തവരിലേക്ക് അത് വരികയുണ്ടായി. അവർ അവരിൽ നിന്ന് കോപ്പി അടിച്ചതാണ് പലരും. പിന്നീട് അവരിൽ നിന്ന് മുസ്ലിമീങ്ങളിലെ ത്വരീഖത്തിൻ്റെ സൂഫിസത്തിൻ്റെ ആളുകൾ അത് കടമെടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലും ഹൈന്ദവരായ ആളുകൾ, സ്വാമിമാർ, സന്യാസിമാരൊക്കെ ആ നിലക്കുള്ള രുദ്രാക്ഷമാലകളോ ജപമാലകളോ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. പൂർണ്ണമായും അതിനെ അനുകരിച്ചുകൊണ്ടുള്ള തസ്ബീഹുകളാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ അധികവും കാണപ്പെടുന്നത്. അത് തീർച്ചയായും ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ഇതര മതവിഭാഗം ചെയ്യുന്ന കാര്യങ്ങളോട് സാദൃശ്യപ്പെടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സന്ദർഭങ്ങളിലായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നാലാമത്തെ ഒരു പ്രശ്നം, ദിക്റുകൾ ചൊല്ലുമ്പോഴുള്ള കൃത്യമായ മനസാന്നിധ്യം ഇങ്ങനെയുള്ള തസ്ബീഹ് മാലകളും മറ്റും ഉപയോഗപ്പെടുത്തുമ്പോൾ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ദിക്ർ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിനെ ഓർക്കണം, മനസ്സിൽ നിന്ന് കൃത്യമായും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഓർമ്മ വരണം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വലിപ്പം പറയുകയാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വമാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ ദിക്റുകൾക്കും വിശാലമായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് ചൊല്ലാൻ സാധിക്കണം. മാത്രമല്ല, ദിക്റുകൾ ചൊല്ലുന്നിടത്ത് രണ്ട് കാര്യങ്ങൾ ഇബാദത്തായി വരുന്നുണ്ട്. ഒന്ന് ആ ദിക്റ് ചൊല്ലൽ, രണ്ടാമത്തത് എണ്ണം പിടിക്കൽ.
എണ്ണം പിടിക്കൽ ഇബാദത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ചൊല്ലാൻ പറഞ്ഞ ചില ദിക്റുകളുണ്ട്. 10 തവണ ചൊല്ലാൻ പറഞ്ഞതുണ്ട്, 33 തവണ ചൊല്ലാൻ പറഞ്ഞതുണ്ട്, 34 തവണ ചൊല്ലാൻ പറഞ്ഞതുണ്ട്, 100 തവണ ചൊല്ലാൻ പറഞ്ഞതുണ്ട്. അപ്പോൾ ആ എണ്ണം അത്രയും ചൊല്ലുക എന്നതും അതിനുവേണ്ടി എണ്ണം പിടിക്കുക എന്നുള്ളതും ഇബാദത്താണ്. കാരണം ആ എണ്ണം അള്ളാഹു നിശ്ചയിച്ചതാണ്. അപ്പോൾ ആ എണ്ണം പൂർത്തിയാക്കുന്ന പ്രവൃത്തിയും എന്ത് തന്നെയാണ്? ഇബാദത്താണ്. എന്നാൽ തസ്ബീഹ് മാലയോ അതേപോലെയുള്ള ഉപകരണങ്ങളോ ഉപയോഗപ്പെടുത്തുമ്പോൾ പലപ്പോഴും ഇത് യാന്ത്രികമായിട്ടാണ് നടക്കുന്നത്. അത് നാം ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അവരുടെ മനസ്സ് വേറെ എവിടെയോ ആണുള്ളത്. ആ ദിക്റിൽ അവരുടെ മനസ്സില്ല, അവർ ചൊല്ലുന്നതിൽ അവരുടെ മനസ്സില്ല. കേവലം ഈ തസ്ബീഹ് മാലയിലെ ഓരോ കല്ലുകളും ഓരോ മുത്തുകളും അതിങ്ങനെ എണ്ണി തീർക്കുക എന്നതിനപ്പുറത്ത് അവരുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. അതേപോലെ തന്നെ ഈ എണ്ണം പിടിക്കുക എന്ന കാര്യവും അവരിൽ വരുന്നില്ല. കാരണം ഈ തസ്ബീഹ് മാല തീർന്നാൽ ആ എണ്ണം തീർന്നു എന്ന ഒരു ചിന്ത മാത്രമേ വരുന്നുള്ളൂ. മറിച്ച് ആ എണ്ണിക്കൊണ്ടിരിക്കുക, 10 ഇപ്പോൾ 15 ഇപ്പോൾ 20 അതൊക്കെ ഒരു ഇബാദത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. അത് പലപ്പോഴും ഇതിൽ നഷ്ടപ്പെട്ടു പോകുന്നു. മാത്രമല്ല, അങ്ങനെ നിരന്തരം ദിക്റുകൾ എണ്ണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു ഏകാഗ്രതയുണ്ട്. നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നമ്മൾ എണ്ണുമ്പോൾ ആ എണ്ണത്തെക്കുറിച്ചുള്ള വലിയൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ എണ്ണം കൃത്യമാകണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് ആ ദിക്റിലും കേന്ദ്രീകരിക്കപ്പെടും, എണ്ണുന്നതിലും കേന്ദ്രീകരിക്കപ്പെടും. ആ 2 ഇബാദത്തിലും മനസ്സ് കേന്ദ്രീകരിക്കപ്പെടും. പക്ഷേ തസ്ബീഹ് മാലയോ മറ്റു ഉപകരണങ്ങളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഇത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ 5-ാമത്തെ പ്രശ്നം, തസ്ബീഹ് മാല തന്നെ സ്വയം പുണ്യമുള്ള എന്തോ ഒരു കാര്യമാണ് എന്നാണ് മുസ്ലിമീങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ കരുതൽ ഹറാമാണ്, ബിദ്അത്താണ്. തസ്ബീഹ് മാല എന്ന് പറയുന്ന ആ ഒരു മാലയ്ക്ക് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കും. കാരണം അന്ന് മാലയില്ലാത്തൊരു കാലഘട്ടമൊന്നുമല്ല, മുത്തുകളില്ലാത്തൊരു കാലഘട്ടമല്ല. തസ്ബീഹിൻ്റെ എണ്ണത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനറിയാം. എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്, അവിടെ ലഭിക്കും. പക്ഷേ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മാല ഉണ്ടാക്കിയിട്ടില്ല. സ്വഹാബികൾ ആരും അങ്ങനെ ഒരു മാല ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തസ്ബീഹ് മാല എന്നുള്ളത് സ്വയം ഒരു ഇബാദത്താണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ പുണ്യമുള്ള ഒരു കാര്യമാണ്, ഇസ്ലാമിൻ്റെ ഒരു അടയാളമാണ് എന്ന് പലരും കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൈകളിൽ തസ്ബീഹ് മാല എപ്പോഴും ചുറ്റിക്കൊണ്ട് ചില ആളുകൾ കഴുത്തുകളിലിടുന്നു, ചില ആളുകൾ വാഹനത്തിൽ തൂക്കുന്നു, ഖുർആനിൻ്റെ മേലെ വെക്കുന്നു, വീട്ടിൽ വളരെ ഭവ്യതയോടുകൂടി വെക്കുന്നു. അങ്ങനെ തസ്ബീഹ് മാല ഇസ്ലാമിൻ്റെ ഒരു ഷിആറായി, ഒരു അടയാളമായി പലരും കരുതുന്നു. അങ്ങനെ കരുതലും ആ നിലക്ക് അതിനെ ഉപയോഗിക്കലും ബിദ്അത്താണ്, ഹറാമാണ്, ഒരു നിലക്കും പാടില്ലാത്തതാണ്. അതിനു പുറമെ ഇതിനെ ബറക്കത്തുള്ളതായി പലരും കരുതുന്നു. തബറുക്കിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതിനെ മുത്തുക, അതിനെ ബഹുമാനിക്കുക, അത് വാഹനത്തിൽ തൂക്കുക, അതെവിടെയെങ്കിലും വെച്ചാൽ അതിൻ്റെ ഒരു ബറക്കത്ത് അതിനും, അത് എവിടെയാണോ ഉള്ളത് അവിടെ അതിൻ്റെ ബറക്കത്തുണ്ടാകുമെന്ന് വിചാരിക്കുക. ഇങ്ങനെ ചിന്തിച്ചാൽ അതും ഹറാമാണ്, ബിദ്അത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യമാണ്. ഇതും ഈ വിഷയത്തിൽ വരുന്നത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു വിഷയമാണ്, പലരും ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഒരു അടയാളമായി തസ്ബീഹ് മാലയെ മാറ്റിയിട്ടുണ്ട്. ചിലർ സ്വർണം കൊണ്ടുണ്ടാക്കുന്നു, ചിലർ വെള്ളി കൊണ്ടുണ്ടാക്കുന്നു, ചിലർ വിലപിടിപ്പുള്ള മുത്തുകൾ കൊണ്ടുണ്ടാക്കുന്നു. ആ നിലക്കുള്ള കാര്യങ്ങളൊന്നും അതിൽ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ആ നിലക്കുള്ളതൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അസലിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയുന്ന ഒരവസ്ഥയാണ്. തസ്ബീഹ് മാലയുടെ അതേപോലെയുള്ള വസ്തുക്കളുടെ ഒരു അപകടം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു അപകടം, തസ്ബീഹ് മാല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദിക്റ് ചൊല്ലിയാൽ അതിന് കൂടുതൽ കൂലിയുണ്ട് എന്നും ചില ആളുകൾ ധരിക്കുന്നു. പലരും ധരിച്ചിട്ടുള്ളത് കൈകൊണ്ട് എണ്ണുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് തസ്ബീഹ് മാല ഉപയോഗപ്പെടുത്തുന്നവനാണ്. അതുകൊണ്ട് തസ്ബീഹ് മാല കൈകളിലുള്ള ഒരാളെ മറ്റുള്ള ആളുകൾ ശ്രേഷ്ഠനായി കരുതുന്നു മറ്റുള്ളവരെക്കാൾ. അതും തെറ്റാണ്. കൈകൊണ്ട് വിരലുകൾ കൊണ്ട് എണ്ണുന്നതിനേക്കാൾ ഒരു മഹത്വവും അതിനില്ല എന്ന് മാത്രമല്ല, അതിൻ്റെയൊക്കെ എത്രയോ താഴെയാണ് അതുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൈ വിരലുകൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം പിടിച്ചത്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. തസ്ബീഹ് മാല കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദിക്റ് ചൊല്ലിയാൽ കൂടുതൽ ഫളലുണ്ട് എന്നുള്ള ധാരണയും തെറ്റാണ്.